നമസ്കാരം, മലയാളി വാർത്തയിലേക്ക് സ്വാഗതം. മുഖ്യമന്ത്രി പിണറായി വിജയനെ വെല്ലുവിളിച്ച് പി.സി. ജോർജ്. അഭിമാനമുണ്ടെങ്കിൽ പിണറായി മുഖ്യമന്ത്രി സ്ഥാനത്ത് തുടരില്ല എന്നും മുഖ്യമന്ത്രി രാജിവെക്കണമെന്നുമാണ് പി.സി. ജോർജിന്റെ വെല്ലുവിളി. പിണറായി വിജയൻ ഇത്തവണ ശബരിമലയ്ക്ക് പകരം തൃശൂർ പൂരത്തിന്റെ പുറകെ പോയി എന്നും പി.സി. ജോർജ് ആക്ഷേപിച്ചു. ബി.ജെ.പിക്ക് നല്ല ഭാവിയുണ്ട്. കേരളത്തിൽ ബി.ജെ.പിക്ക് അക്കൗണ്ട് തുറക്കാനും കഴിഞ്ഞു. ഇന്ത്യയുടെ രക്ഷ ബി.ജെ.പിയിലാണ് എന്നും പി.സി. ജോർജ് പറഞ്ഞു. കേന്ദ്രത്തിൽ സീറ്റ് കുറഞ്ഞത് നന്നായി, ഇനിയെങ്കിലും പാഠം പഠിച്ച് മുന്നോട്ട് പോകാൻ കഴിയും. ക്രിസ്ത്യൻ ഹിന്ദു സമൂഹം ഒന്നിക്കണമെന്നും പി.സി. ജോർജ് പറഞ്ഞിരിക്കുകയാണ്. അതേസമയം പി.സി. ജോർജ് ബി.ജെ.പിയിൽ ചേർന്നിട്ടും പൂഞ്ഞാർ ലെജിസ്ലേറ്റീവ് അസംബ്ലി മണ്ഡലത്തിൽ എൻ.ഡി.എക്ക് വോട്ട് കുറഞ്ഞത് ചർച്ചയാകുകയാണ്. കഴിഞ്ഞ ലെജിസ്ലേറ്റീവ് അസംബ്ലി തിരഞ്ഞെടുപ്പിനേക്കാൾ 10,000-ലേറെ വോട്ടുകളാണ് ഇത്തവണ എൻ.ഡി.എക്ക് നഷ്ടമായത്. ഇത്തവണ പൂഞ്ഞാറിൽ നിന്ന് എൻ.ഡി.എക്ക് കിട്ടിയത് 27,053 വോട്ടാണ്. ലെജിസ്ലേറ്റീവ് അസംബ്ലി തിരഞ്ഞെടുപ്പിൽ പി.സി. ജോർജിന് 41,851 വോട്ടുകൾ കിട്ടിയിരുന്നു. അതേസമയം മറ്റു മണ്ഡലങ്ങളിൽ എൻ.ഡി.എക്ക് വോട്ടുകൾ വർദ്ധിക്കുകയും ചെയ്തു. എൻ.ഡി.എക്ക് 2021 ലെജിസ്ലേറ്റീവ് അസംബ്ലിയിൽ 1,99,159 വോട്ടാണ് 5 ലെജിസ്ലേറ്റീവ് അസംബ്ലി മണ്ഡലങ്ങളിൽ നിന്നും കിട്ടിയത്. ഇത്തവണ എൻ.ഡി.എ വോട്ട് 2,34,406 ഉയർത്തി. ശബരിമല വിഷയം ചർച്ചയായ 2019 കിട്ടിയത് 2,97,396 വോട്ടാണ്. ഇത്തവണ അത് 60,000-ലേറെ വോട്ടുകൾ കുറഞ്ഞിരിക്കുകയാണ്. എന്നാൽ ബി.ജെ.പി കേന്ദ്രങ്ങൾ പറയുന്നത് എൻ.ഡി.എയുടെ അടിസ്ഥാന രാഷ്ട്രീയ വോട്ടുകൾ കുറഞ്ഞിട്ടില്ല എന്നാണ്. അതേസമയം പത്തനംതിട്ട എൻ.ഡി.എ സ്ഥാനാർത്ഥി അനിൽ ആന്റണിയെ വിമർശിച്ച് പി.സി. ജോർജ്. സ്ഥാനാർത്ഥിയെ നിശ്ചയിക്കുമ്പോൾ വളരെയേറെ ചിന്തിക്കാനുണ്ടെന്നും നാടുമായി ബന്ധമുള്ള ആളിനെയോ നാട്ടിൽ അറിയപ്പെടുന്നവരെയോ സംസ്ഥാന തലത്തിൽ അറിയപ്പെടുന്നവരെയോ ആണ് സ്ഥാനാർത്ഥിയാക്കേണ്ടതെന്നും പി.സി. ജോർജ് വിമർശിച്ചു. എങ്കിലേ ഒരു നിലയും വിലയും ഉണ്ടാകും. ജനങ്ങൾക്ക് അത്തരക്കാരുടെ ആഭിമുഖ്യം ഉണ്ടാകും. അല്ലെങ്കിൽ സ്വന്തം പാർട്ടിക്ക് വോട്ടുണ്ടാകണം. CPM-ന് സ്വന്തം നിലയ്ക്ക് വോട്ടുണ്ട്. ആരെ നിർത്തിയാലും പലയിടങ്ങളിലും ജയിക്കാനാകും. ബി.ജെ.പി പതുക്കെ വളർന്നു വരുന്ന പാർട്ടിയാണ്. ആ പാർട്ടി ഇതുപോലെ ആരുമായും ബന്ധമില്ലാത്ത ആളെ സ്ഥാനാർത്ഥിയാക്കിയാൽ വിജയിക്കാനാകില്ല എന്നും പി.സി. ജോർജ് ആരോപിച്ചു. അനിലിന് വോട്ട് പിടിക്കാൻ വളരെയധികം ബുദ്ധിമുട്ടിയെന്നും പൂഞ്ഞാർ പഞ്ചായത്തിൽ അനിൽ ലീഡ് ചെയ്തുവെന്നും പി.സി. ജോർജ് ചൂണ്ടിക്കാണിച്ചു. പൂഞ്ഞാർ മണ്ഡലത്തിലെ ചില പഞ്ചായത്തുകളിൽ 2ാം സ്ഥാനത്തെത്തിയെന്നും മുണ്ടക്കയ മേഖലയിൽ തകർച്ചയുണ്ടായെന്നും അദ്ദേഹം ചൂണ്ടിക്കാണിച്ചു. കാരണം അവർക്ക് അനിലിനെ അറിയില്ല. ഞാൻ പലരോടും വ്യക്തിപരമായി ഫോണിൽ വിളിച്ച് വോട്ട് അഭ്യർത്ഥിച്ചാണ് ഇത്രയും ഭൂരിപക്ഷം ഉണ്ടാക്കിയത്. ഇനിയെങ്കിലും സ്ഥാനാർത്ഥികളെ നിർത്തുമ്പോൾ പാർട്ടി ശ്രദ്ധിക്കണം. ജനങ്ങളുമായി ബന്ധം വേണം. അനിൽ നല്ല ചെറുപ്പക്കാരനാണ്. പക്ഷെ അനിലിന് കേരളവുമായി ഒരു ബന്ധവുമില്ല. A.K. ആന്റണിയുടെ മകൻ എന്നേ ഉള്ളൂ. ആന്റണി തന്നെ മകനെ തള്ളി പറഞ്ഞതാണ്. അത് പേരുദോഷമായി മാറി. ജയിക്കാവുന്ന സീറ്റ് നശിപ്പിച്ചു. ഭാവിയുള്ള ചെറുപ്പക്കാരനായിരുന്നു. ഇത്തരത്തിലാണ് പി.സി. ജോർജ് അനിൽ ആന്റണിയെ കുറിച്ച് പറഞ്ഞിരിക്കുന്നത്. പത്തനംതിട്ടയിൽ പാർലമെന്റിൽ മത്സരിച്ച് ഭാവി നശിപ്പിക്കരുതായിരുന്നു എന്നും പി.സി. ജോർജ് പറഞ്ഞു വെക്കുകയാണ്. ന്യൂസ് ഡെസ്ക്, മലയാളി വാർത്ത.